ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള TCS, ടാറ്റ എലക്സി, IRADA റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. TCSൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റവന്യൂ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം നെറ്റ് പ്രോഫിറ്റ് എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ധനകാര്യ വർഷം കഴിഞ്ഞ ധനകാര്യ വർഷത്തെക്കാളും ബെറ്റർ ആയിരിക്കുന്നതാണ്. പക്ഷേ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളാണ്. ഈ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റുകളിൽ കണ്ടിരുന്നു. ഇന്ത്യൻ ADRകൾ ഇൻഫോസിസും അതുപോലെ തന്നെ വിപ്രോ ADRകളെല്ലാം തന്നെ അറൗണ്ട് 4.8% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള HDFC ബാങ്കിൻ്റെ ADR, ICICI ബാങ്ക് ADRകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നത് ടാറ്റ എലക്സിയും അതുപോലെ തന്നെ IRADA ആണ്. ടാറ്റ എലക്സിയുടെ റിസൾട്ടും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. IRADA NPA ലെവൽ കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജെൻസോൾ റിലേറ്റഡ് പ്രൊവിഷനിങ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ IRADയുടെ സ്റ്റോക്ക് പ്രൈസിലും ഇന്ന് കണ്ടേക്കാം. അപ്പോൾ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള മേജർ റിസൾട്ടുകൾ 3 എണ്ണവും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാം. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ S&P 500, നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സും റസൽ 2000 ഇൻഡെക്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIA വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബ്രോഡ്കോം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ സ്ലൈറ്റ്ലി ബിലോ റെക്കോർഡ് ഹൈ ആണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. പൊതുവെ ടെക്നോളജി ചിപ്പ് റിലേറ്റഡ് റാലിയാണ് അമേരിക്കയിൽ. ടെസ്ലയും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.01 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. NVIDIA ആണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമ്പനി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിൽ സെക്കൻഡ് നിൽക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. മറ്റു മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്കായിരുന്നു. നമ്മളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ പക്ഷേ ഏഷ്യയിലെ ജാപ്പനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 100 പോയിന്റ് താഴെയാണ്. അതേസമയം ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. എക്കണോമിനെ പ്രോപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അടുത്ത ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മെറ്റൽ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ അയേൺ ഓർ സ്റ്റോക്കിലൊക്കെ ഉണ്ട്. ഇന്നത്തെ കമോഡിറ്റി പെർഫോമൻസ് അതുപോലെ തന്നെ ഇന്നലത്തെ കമോഡിറ്റി പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറുകയാണ്. $3,334 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സിൽവർ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നും പുതിയ 52 വീക്ക് ഹിറ്റ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ സിൽവർ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ മിക്കവാറും $40 പെർ ഔൺസിലേക്ക് ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അടുത്ത മാസങ്ങളിൽ. കറണ്ട് സിൽവർ പ്രൈസ് $37.89 പെർ ഔൺസാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികളിൽ നിന്ന് മുന്നേറിയിട്ടുള്ളത് അയേൺ ഓറാണ്. അറൗണ്ട് $100 പെർ ടൺ ആണ് ഇന്നത്തെ അയേൺ ഓറിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ്. ചൈനീസ് അനൗൺസ്മെൻറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് അയൺ ഓർ പ്രൈസിലുണ്ടായിട്ടുള്ളൊരു മുന്നേറ്റം. ഒപ്പം സിങ്ക്, അലുമിനിയം, കോപ്പർ പ്രൈസുകളൊന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രൻഡ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $69 പെർ ബാരലിനാണ്. നാച്ചുറൽ ഗ്യാസ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് 85.64 രൂപ പെർ ഡോളർ ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പൊതുവേ നമ്മളിന്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. ഇന്ന് ഡിമാർട്ടിൻ്റെ റിസൾട്ട് പുറത്ത് വരുന്നുണ്ട്. ഡിമാർട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കും ഒരു പക്ഷേ FMCG സെക്ടറിൽ അതുപോലെ തന്നെ റീറ്റെയിൽ സെക്ടറിലൊരു ഇൻഡിക്കേറ്ററായിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് ഡിമാർട്ടിൻ്റെ റിസൾട്ടിന് ശേഷം കാണാനായിട്ട് സാധിക്കും. മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗ്ലെൻമാർക്ക് ABBY എന്ന് പറയുന്ന US കമ്പനിയായിട്ട് ഒരു MOU അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഗ്ലെൻമാർക്കിൻ്റെ സബ്സിഡിയറിയുടെ ഒരു നോവൽ ക്യാൻസർ ഡ്രഗ് ഡെവലപ്മെൻറ്റിനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയുള്ള ഒരു അഗ്രിമെൻ്റാണ്. ഇന്നലെ തന്നെ ഈ ന്യൂസിൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഗ്ലെൻമാർക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ മുന്നേറ്റം ഉണ്ടായിരുന്നു. ലോങ് റണ്ണിൽ ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
നൈബ് ലിമിറ്റഡ് 25.96 കോടി രൂപ ഡിഫൻസ് റിലേറ്റഡ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ JP മോർഗൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ സിർമ SGS ടാർഗറ്റ് കൊടുത്തിരിക്കുന്ന 800 ഡിക്സൺ 17,700, കെയ്ൻസ് ടെക്നോളജി 7,150. ഈ 3 സ്റ്റോക്കുകളാണ് JP മോർഗൻ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നൊമുറ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ BPCL ടാർഗറ്റ് 435. അതോടൊപ്പം തന്നെ HPCL ടാർഗറ്റ് 445. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയാണ് നൊമുറ പ്രധാനമായിട്ടും അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ മൺസൂൺ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 161 ഡാം അല്ലെങ്കിൽ 161 സ്റ്റോറേജുകളിലെ വാട്ടർ ലെവല് 51.8%. കഴിഞ്ഞ വർഷത്തേക്കാളും 95% കൂടുതലാണ്. ലാസ്റ്റ് 10 ഇയർ ആവറേജിനേക്കാളും 82.5% കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ്. തമിഴ്നാട്ടിലാണ് 2.69% ഇൻക്രീസ് വന്നിരിക്കുന്നു സ്റ്റോറേജ് ലെവലിൽ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ രംഗത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം 14% മൺസൂൺ ഇതുവരെ എക്സസ് ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് മൺസൂൺ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഇത് തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ സെക്ടറിനും അതുപോലെ തന്നെ റിലേറ്റഡ് സെക്ടേഴ്സിനുമാണ്. ഇത് പൊതുവെ നമ്മുടെ എക്കണോമിക്ക് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ആണ്, എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ ഇന്നലെ വീണ്ടും ട്രംപ് ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള താരിഫ് അനൗൺസ്മെൻറ്റുകളാണ് നടത്തിയിരിക്കുന്നത്. 35% താരിഫ് കനഡയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50% താരിഫ് ബ്രസീലിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവെ ബ്രിക്സ് കൺട്രികളുടെ മേലുള്ള ഒരു ആക്ഷനായിട്ടാണ് കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ എങ്ങനെയാണ് താരിഫ് അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ താരിഫ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകളും ഒക്കെ കൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് നമ്മുടെ Q1 റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻസ് വരികയാണെങ്കിൽ അതിൻ്റേതായൊരു ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഉക്രൈൻ റഷ്യ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വീണ്ടും വഷളാവുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും അതിനനുബന്ധിച്ചുള്ള ഒരു വൊളാറ്റിലിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മളൊരു വീക്ക് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലിൽ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാം. നിഫ്റ്റിയുടെ 20-ഡേ മൂവിങ് ആവറേജ് വരുന്നത് 25,243 ആണ്. ആ ലെവലിലേക്ക് ഇന്ന് താഴാനുള്ള സാധ്യതകളുണ്ട്. അതിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 50-ഡേ മൂവിങ് ആവറേജ് വരുന്നത് 24,939 ലെവലാണ്. അപ്പോൾ ആ ലെവലുകൾ ഒരു പക്ഷേ നിഫ്റ്റി ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഫർദർ സെല്ലിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും Q1 റിസൾട്ടുകൾ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇതുവരെ പുറത്തു വന്ന 3 മേജർ റിസൾട്ടുകളും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. IREDA റിസൾട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ NPA മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് പാരാമീറ്റേഴ്സൊക്കെ ബെറ്റർ ആണ്. പക്ഷേ NPA കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ മാർക്കറ്റിൽ ആവശ്യമാണ്. സെലക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ വീക്ക് എൻഡാണ്. അതോടൊപ്പം തന്നെ ജാനെ സ്ട്രീറ്റ് എപ്പിസോഡിന് ശേഷമുള്ള ആദ്യത്തെ വീക്കിലി എക്സ്പയറി ആയിരുന്നു ഇന്നലെ. വളരെ കുറവ് ആക്ടിവിറ്റീസാണ് നിഫ്റ്റി ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ രംഗത്തൊക്കെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ഓപ്ഷനിലാണ് ജാനെ സ്ട്രീറ്റ് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുള്ള HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI ഈ ബാങ്കിങ് ഓഹരികൾ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കാം ഒരു പക്ഷേ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഗതിയും നിർണ്ണയിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ ജാനെ സ്ട്രീറ്റിൻ്റെ ഇമ്പാക്റ്റിൽ കാണുന്നില്ല. അതേസമയം എക്സ്ചേഞ്ചുകളുടെ ടേൺ ഓവർ താഴെ വന്നിട്ടുണ്ട് F&O സെഗ്മെൻറ്റിൽ. അത് തീർച്ചയായിട്ടും എക്സ്ചേഞ്ചുകളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡും അതുപോലെ തന്നെ ഇനി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന NSE ഒക്കെ വാല്യുവേഷനെ ചെറുതായിട്ട് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ മാർക്കറ്റിൽ ആവശ്യമാണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.